എന്താ മോളെ? എന്ത് പറ്റി മോളെ? വല്ല അപകടം പറ്റിയതായിരിക്കും. വാ, നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോവാം. എടുക്ക. എന്താ മതി? നിങ്ങളാരാണ്? ഞാനിങ്ങനെ ഇവിടെ എത്തി? മോൻ ഇന്ന് രാവിലെ നദിക്കരയിൽ അബോധാവസ്ഥയിൽ കിടക്കുകയായിരുന്നു. ഞങ്ങളാണ് ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയത്. ഞാൻ ഈ ഫോറസ്റ്റിലെ ഗാർഡാണ്. ഇതെന്റെ മകൾ രാജി. മോൻ കിടക്ക്, അല്പം വിശ്രമിക്കുക. ചേട്ടാ, ചേട്ടന് എന്നെ ഇഷ്ടമല്ലേ? ഇഷ്ടമാണോ? പിന്നെ ഞാനിവിടെ നിന്ന് പോകില്ല രാജി. ചേട്ടാ, ചേട്ടൻ ഒരിക്കലും എന്നെ വിട്ടു പോകരുത്. ഇല്ല രാജി, നിനക്കെന്നെ കുറിച്ച് ഒന്നും പറഞ്ഞുകൂടാ. എന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടതാണ്. ഞാൻ കാരണം നീ ഒരിക്കലും ദുഃഖിക്കാൻ പാടില്ല. ഒരിക്കലും. ചേട്ടാ, 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 മോനെ, നിനക്കെന്തു പറ്റി? ആരാണ് ഈ രജനി? അമ്മാവ, ജയിൽ ചാടി വന്നൊരു കൊലപ്പുള്ളിയാണ് ഞാൻ. കൊലപ്പുള്ളിയോ? അതെ, ജീവപര്യന്തം തടവ് വിധിക്കപ്പെട്ട ഒരു കൊലയാളി. എന്തിനു വേണ്ടി മോനിത് ചെയ്തു? എന്റെ പെങ്ങക്ക് വേണ്ടി, എന്റെ ഒരേ ഒരു പെങ്ങക്ക് വേണ്ടി.
ഞാനെല്ലാം പറയാം അമ്മാവ. ചെറുപ്പത്തിലെ എന്റെ അച്ഛനും അമ്മയും മരിച്ചുപോയി. പിന്നെ ഞാൻ ജീവിച്ചത് തന്നെ എന്റെ പെങ്ങൾക്ക് വേണ്ടിയായിരുന്നു. എന്റെ ജീവനെ പോലെ ഞാൻ അവളെ വളർത്തി വലുതാക്കി. ബിസിനസ് കാര്യങ്ങൾ അല്പം തിരക്ക് കൂടിയപ്പോൾ ഞാൻ അവളെ വീടിനടുത്തുള്ള ഒരു ഹോസ്റ്റലിലേക്ക് മാറ്റി താമസിപ്പിച്ചു. പക്ഷേ ഒരു ദിവസം പോലും ഞാൻ അവളെ കാണാതിരുന്നിട്ടില്ല. രജനിക്ക് ഫോൺ വന്നിരിക്കുന്നെന്ന് പറയും. ഫോൺ എടുക്കാതെ രജനിക്കാണെന്ന് മേട്ടൻ എങ്ങനെ തീരുമാനിച്ചത്? രജനിയുടെ ചേട്ടൻ വിനോദാണ് എപ്പോഴും ഫോൺ ചെയ്യാറുള്ളത്. സംശയമുണ്ടെങ്കിൽ എടുത്തു നോക്കൂ. ഹലോ, ആരെയാ വേണ്ടത്? രജനിയോ? വിളിക്കാം. രജനി, എന്താ ഞാൻ പറഞ്ഞ ശരിയല്ലേ? ശരിയാ. രജനി ഫോൺ. ഹലോ. ഞാനെപ്പോഴും ഫോൺ ചെയ്യുന്നുണ്ടോ നീ കളിയാക്കുന്നേ? നിന്റെ മാറ്റിനോട് പറയണം ഒരു ടെലിഫോൺ ഇട്ട് നിയമിക്കാൻ. ശമ്പളം ഞാൻ കൊടുത്തോളാം. 1 സെക്കൻഡ്. വിസിറ്റേഴ്സ് റൂമിൽ പലരും കാത്തിരിക്കുന്നു. ഞാൻ അങ്ങോട്ട് വരാൻ പറയൂ. രജനി, ഇന്ന് രാവിലെ നിന്നെ വന്ന് കാണാൻ സാധിക്കാണ്ടാണ് ഞാൻ ഫോൺ ചെയ്തത്. നാളെ രാവിലെ നിന്നെ കണ്ടിട്ടേ ഓഫീസിൽ വരുള്ളൂ. പ്രോമിസ്. വെക്കട്ടെ. ഡാഡി, നീ ഇതുവരെ ഹോസ്റ്റലിൽ പോയില്ലേ? പോവാൻ തോന്നു. രാജെവിടെയാ? റൂമിലുണ്ട്. മണി 9 ആയല്ലോ. 9 മണിക്ക് ബാങ്കിൽ പോകാൻ പറഞ്ഞല്ലേ? വിളിയാലേ? വിളിക്കാം. ചേട്ടാ, ഡാഡി വിളിക്കുന്നു. എന്തിനാ? അങ്ങോട്ട് ചെല്ല. 9 മണിക്ക് ബാങ്കിൽ പോകാന്ന് പറഞ്ഞിരുന്നല്ലേ? മണി 9:15. അങ്ങോട്ട് ചെല്ല. വെച്ചിട്ടുണ്ട്. കോളായി. ഡാഡി, നിന്നോട് ബാങ്ക് പോകാൻ പറഞ്ഞില്ലേ? എത്ര മണിക്ക്? 9 മണിക്ക്. ഇപ്പൊ മണി എത്രയായി? 9:15. എന്നിട്ട് എന്തുകൊണ്ട് പോയില്ല? ഞാൻ സ്വന്തം മക്കളായിരുന്നാലും വേലക്കാരായിരുന്നാലും ശരി, എന്റെ മുമ്പിൽ പങ്ക്ച്വലായിരിക്കണം. യു അണ്ടർസ്റ്റാൻഡ്? സോറി ഡാഡി. നീ ബാങ്കിൽ പോയി വരുന്ന വഴിക്ക് ഫാക്ടറിയിലേക്ക് വരും. ഐ ബി ദെയർ. കുട്ടപ്പ,
ഹായ്. ഇങ്ങോട്ട് വന്നേ. ഇവിടെയാണല്ലേ പറഞ്ഞേ. ഇത് പിടിക്കും. ഞാനൊന്ന് കാണാൻ കൊതിച്ചിരിക്കുകയായിരുന്നു. എന്നെയോ? ആ, ഞാൻ എന്നും വരുന്നുണ്ടല്ലോ. എനിക്കറിയാം. ഹോസ്റ്റലിലെ പെൺപിള്ളേരെ കണ്ണു കാണിക്കാനും കമന്റ് അടിക്കാനും അല്ലേ? ഇപ്പൊ എന്തിനാ എന്നെ വിളിച്ചത്? നമുക്ക് ബീച്ചിലേക്ക് പോകാം. മാറി. ഞാൻ നിന്റെ കൂടെ ബീച്ചിൽ വരണോടാ. എടി നിന്നെ ആ പോടാ. പിന്നെ മര്യാദയോട് കാണിച്ചാലേ അടുത്ത് നിന്റെ അണപ്പല്ലിളക്കും. മാഗി, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. എന്ത് സ്വപ്നം? നമ്മൾ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞ് ഹണിമൂണായി നമ്മൾ ഊട്ടിയിലേക്ക് പോയത്. സ്വപ്നം കണ്ടിരുന്നാ മതിയോ? മാഗി, ഊട്ടിയിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മളെ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ചയെങ്കിലും നിന്നെ ഈ അടുക്കളയിൽ നിന്ന് മാറ്റി ഈ സിറ്റിയിലെ ഏതെങ്കിലും ഒരു ഹോട്ടൽ മുറിയിൽ ഞാൻ താമസിപ്പിച്ചു. നാളെ വിലാസിനിയുടെ ബർത്ത്ഡേ ആണ്. രാജകുഞ്ഞ് എന്നോട് പറഞ്ഞിരുന്നു. അവളുടെ 17ാമത്തെ ജന്മദിനം. നമുക്കത് നന്നായി ആഘോഷിക്കണം. നീ തന്നെ എല്ലാ കാര്യവും ശ്രദ്ധിക്കണം. Happy birthday to you. Happy birthday to you. Happy birthday to you. Thank you. Thank you. Thank you. എൻ കണ്ണിൽ മന്ദാരം വിരിയുമ്പോൾ നിന്നെഞ്ചിൽ പുന്നാരം നിറയുമ്പോൾ സുന്ദരി സന്തോഷം നിൻ മുന്നിൽ തെന്നലായൊഴുകാ. ഓടിവാ ആടിവാ പാടിവാ. പനിനീരിൻ തേനരുവി പാലാഴി പൂങ്കുരുവി. പനിനീരിൻ തേനരുവി പാലാഴി പൂങ്കുരുവി. എന്നെ തഴുകാനാ മുന്നിൽ വന്നു നീ. നിൻ മുഖം നിൻ സ്മിതം എന്നുള്ളിൽ നിറയുന്നുവോ. എൻ കണ്ണിൽ മന്ദാരം വിരിയുമ്പോൾ
നിൻ നെഞ്ചിൽ പൊന്നാരം നിറയുമ്പോൾ സുന്ദരി സന്തോഷം നിൻ മുന്നിൽ തെന്നലായൊഴുകാൻ ഓടിവാ ആടിവാ പാടിവാ അകതാരിൽ കുളിരിളകി ആവേശത്തളിരിലയിൽ അകതാരിൽ കുളിരിളകി ആവേശത്തളിരിലയിൽ നിന്നെ കാണാനായി ഇന്നും വന്നു ഞാൻ എൻ മോഹം എൻ ദാഹം നിന്നുള്ളിൽ നീന്തുന്നുവോ എൻ കണ്ണിൽ മന്ദാരം വിരിയുമ്പോൾ നിൻ നെഞ്ചിൽ പൊന്നാരം നിറയുമ്പോൾ സുന്ദരി സന്തോഷം നിൻ മുന്നിൽ തെന്നലായൊഴുകാൻ ഓടിവാ ആടിവാ വാടിവാ Many, many happy returns of the day. 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 ഷാജേട്ടന്റെ പാട്ട് വളരെ നന്നായിരുന്നു. താങ്ക് യു. എടി സത്യം പറ, നന്നായിരുന്നു പാട്ടോ അതോ പാട്ടുകാരനോ? പോടി. മാട്രൻ, നിങ്ങൾ ഫീസ് എത്ര കൂട്ടിയാലും എനിക്ക് വിരോധമില്ല. പക്ഷെ എന്റെ സഹോദരി സന്തോഷമായിട്ട് ഇവിടെ കഴിയണം. മിസ്റ്റർ വിനോദ്, രജനി മാത്രമല്ല ഇവിടുത്തെ എല്ലാ കുട്ടികളെയും ഞാൻ ഒരുപോലെയാണ് സ്നേഹിക്കുന്നത്. വിനോദ് ഇരിക്കൂ, ഞാൻ രജനി പറഞ്ഞയക്കാം. ഓ, നിനക്ക് ഷോപ്പിങ്ങിന് പോകണമെന്ന് പറയുന്നതാണ് ഞാൻ വന്നത്. വേഗം വാ, പോയിട്ട്. ചേട്ടാ, ഇതാണ് എന്റെ ഫ്രണ്ട് വിലാസിനി. ഇവിടെ ബർത്ത്ഡേക്കാണ് അന്ന് ഞാൻ പോയിരുന്നത്. നമസ്കാരം. ചേട്ടാ, ഇവളാണ് എന്റെ അടുത്ത കൂട്ടുകാരി. നീ വാ. രജനിയുടെ ചേട്ടന് മനുഷ്യരുമായി ഒരു ബന്ധവുമില്ലെന്ന് തോന്നുന്നു. എന്താ? ഒരു പരുക്കൻ സ്റ്റൈലാണല്ലോ. അല്പം പരുക്കനാണെന്ന് വെച്ചോ. രജനിയെ പോലായിരിക്കും അവളുടെ ചേട്ടനും എന്നാണ് ഞാൻ വിചാരിച്ചത്. രജനിയെ പോലെ എങ്ങനെയാവും? ഞാനൊരു പുരുഷനല്ലേ. സിനുവേട്ടൻ തമാശ പറയുന്നല്ലേ വിലാസിനി? മതി, നീ വാ. വേഗം ചെല്ലു, അല്ലേ ഇപ്പൊ നമ്മളെ തല്ലിക്കളയും. പൊയ്ക്കോ, വേഗം പോയി. ബൈ ബൈ. ബൈ ബൈ. ഇയാളാണ് ചേട്ടാ ഞാൻ അന്ന് പറഞ്ഞ റോബർട്ട്. ഇയാളുടെ ശല്യം കൊണ്ട് പെൺകുട്ടികൾക്ക് റോഡ് നടക്കാൻ വയ്യ. പല പ്രാവശ്യവും ഇയാൾ എന്നെ പറയുകയും വന്നു. Thank you.
പിന്നെ അദ്ദേഹത്തിന് തലമുറ ഒന്ന് 2 3 അയ്യോടെ ഒരു തുണിക്കട മുഴുവൻ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ടല്ലോ. എനിക്ക് 2 സാരി മതിയെന്ന് ചേട്ടനോട് പറഞ്ഞതാ, കേക്കണ്ടേ? ബാക്കിയുള്ള നിന്റെ ചേട്ടൻ എനിക്ക് വേണ്ടി വാങ്ങിച്ചായിരിക്കും അല്ലേ? നിനക്ക് ആവശ്യമുള്ളത് എടുത്തു. ഓ, നിന്റെ ഈ പരുക്കൻ ചേട്ടന്റെ സാരി അന്തസ്സുള്ളവരാരെങ്കിലും വാങ്ങിക്കോടി. ഞാൻ പോന്നേ, പിന്നെ ഫോൺ ചെയ്യാം. ചേട്ടൻ ഇനി ഇത്രയും കളിയാക്കിയിട്ടും എന്തെങ്കിലും ഒരു മറുപടി പറഞ്ഞു. ഇടി മണ്ടു, നിന്റെ ചേട്ടന് ദേഷ്യം വരുന്ന കാണാൻ നല്ല രസമാണ്. അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. നീ നോക്ക്, ചേട്ടൻ ലോകത്ത് ഏതെങ്കിലും ഒരു പെണ്ണിനോട് സംസാരിക്കുന്നെങ്കിൽ അതെന്നോട് മാത്രമാണ്. എടി, ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞത്. ആ, കളി കാര്യമാകരുതേ. ഓ പിന്നെ ഇനി എപ്പോഴെങ്കിലും എന്റെ പെങ്ങളെ നീ ശല്യപ്പെടുത്തിയാൽ ചവിടി നിന്നെ നട്ടലിയാൻ ഓടിക്കുന്നത്. ആർക്കൽ അവൾ നിന്റെ പെങ്ങളാണ്. ശരി, അവളെ ഞാൻ കണ്ടോളാം. ചേട്ടനോ? വീട്ടിൽ വല്ല വിശേഷമുണ്ടോ? ഒന്നുമില്ല. പിന്നെ നിന്നെ കാണണോ തോന്നി വന്നു. ചേട്ടൻ ഇതുവരെ എന്നെ കാണാൻ ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. അല്ല, ആ ഡ്രർ. നിന്നെ കാണുന്ന കൂട്ടത്തിൽ അന്ന് ബർത്ത്ഡേക്ക് വന്നവർക്ക് നന്ദി വാക്ക് പറയാമല്ലോ. അത് പാർട്ടി നടന്ന ദിവസം തന്നെ പറഞ്ഞതല്ലേ. എന്നാലും എന്തിനാ ചേട്ടാ വീണടത്ത് കിടന്ന് വിദ്യ കാണിക്കുന്നത്? ചേട്ടൻ ആരെയാ കാണാൻ വന്നിരിക്കുന്നത് എനിക്ക് നല്ലപോലെ അറിയാം. ആരെയാ? രജനികാന്ത്. വിളിക്കട്ടെ? രജനി, നീ എന്തായി കാണിക്കുന്നത്? ചുമ്മാ വിടുന്നോണം കേട്ടോ. രജനി. അല്ല, ഇതാര്? രാജേട്ടനോ? എപ്പോഴാ വന്നത്? നിനക്ക് വേണ്ടി തപസ്സിരിക്കല്ലായിരുന്നോ ഇവിടെ? എന്നാലേ ഞാനിത് സ്വർഗത്തിലെ കട്ടുറുമ്പാകുന്നില്ല. ഞാൻ പോണം. ഓ, വിട്ടും ചൊല്ലിക്കും. എനിക്ക് രജനിയോട് ഒറ്റയ്ക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഒന്ന് പുറത്തേക്ക് വരാമോ?
സന്ധ്യയ്ക്ക് കുങ്കുമം ചാർത്തിയ ചന്ദ്രമുഖി സഖി പുഷ്പഗന്ധി. ശാരദ സന്ധ്യയ്ക്ക് കുങ്കുമം ചാർത്തിയ ചന്ദ്രമുഖി സഖി പുഷ്പഗന്ധി. രതിദേവ ക്ഷേത്രത്തിൽ പൂജയ്ക്കായി വന്ന സുരദേവതേ നീ ഒരുങ്ങി വരൂ, സുരദേവതേ നീ ഒരുങ്ങി വരൂ. മോഹന സ്വപ്നങ്ങൾ മോതിരം മാറിയ മന്മഥദേവാ കാത്തിരിപ്പൂ. മോഹന സ്വപ്നങ്ങൾ മോതിരം മാറിയ മന്മഥദേവാ കാത്തിരിപ്പൂ. നിൻമുഖ പത്മത്തിൽ മുത്തങ്ങൾ വാങ്ങാൻ പ്രിയ കാമുകാ നീ ഇറങ്ങി വരൂ, പ്രിയ കാമുകാ നീ ഇറങ്ങി വരൂ. പുലരിപ്പൂവിന്റെ ലജ്ജയും ചൂടി പുലരിക്കാറ്റിന്റെ കുളിരും കോരി. പുലരിപ്പൂവിന്റെ ലജ്ജയും ചൂടി പുലരിക്കാറ്റിന്റെ കുളിരും കോരി. ഉണരാനെത്തിയ പൊൻകിനാവേ, ഉണരാനെത്തിയ പൊൻകിനാവേ, അണയൂ എന്നിൽ പൂനിലാവേ. ശാരദ സന്ധ്യയ്ക്ക് കുങ്കുമം ചാർത്തിയ ചന്ദ്രമുഖി സഖി പുഷ്പഗന്ധി. രതിദേവ ക്ഷേത്രത്തിൽ പൂജയ്ക്കായി വന്ന സുരദേവതേ നീ ഒരുങ്ങി വരൂ, സുരദേവതേ നീ ഒരുങ്ങി വരൂ. എടി, ഞാൻ എത്ര പാടുപെട്ടിട്ട് നിനക്ക് ഈ ജോലി വാങ്ങിച്ചെന്നറിയാമോ? അതിനിപ്പോ എന്ത് പറ്റി? അതിനിപ്പോ എന്ത് പറ്റുന്നു? നിനക്ക് എന്നെ കണ്ട ഒരു ഇസ്മായിലിംഗ് പോലില്ലല്ലോ. ചേട്ടാ, മേജരധികം കേൾക്കരുത്. മേജരധികം ബാംഗ്ലൂരിലേക്ക് ഒന്ന് പോയിക്കോട്ടെ, അപ്പൊ ഞാൻ കാണിച്ചു തരാം. എന്ത് കാണിക്കും?
പകിട്ട 12. അയ്യോ നീ എന്തിനാ ഡിസ്റ്റർബ് ചെയ്തത്? അയ്യോ ഞാനും ചെയ്തില്ല. ഇവക്ക് ഇതിനു മുമ്പ് ആരോ ഉണ്ടാക്കി കൊടുത്ത ഡിസ്റ്റർബൻസ് ഞാനാ ഡോക്ടറാണ് ശരിപ്പെടുത്തി കൊടുത്തത്. ലോ സ്റ്റോക്ക് എനിക്ക് ഇഷ്ടമല്ല. ഡു യുവർ ഡ്യൂട്ടി. രാജ. യെസ് ഡാഡി. കം ഓൺ മൈ സൺ. ഓ അരേ ഒന്ന് വേഗം പാടി. അങ്ങേര് പോയി ഒന്ന് തൊലയട്ടെ. കേട്ട് അവിടെ സമാജത്തിന് കൂടെ അവനും പോയ ഉള്ളിലേക്ക്. കഴുതേ നീ ബാംഗ്ലൂരിലേക്ക് പോകുന്നുണ്ടോ? ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് മടങ്ങി വരുന്നത് വരെ പറഞ്ഞ കാര്യങ്ങളിൽ അതുപോലെ ചെയ്യണം. വ്യത്യാസം വന്നാൽ അറിയാമല്ലോ. ഒരു വ്യത്യാസവും വരില്ല. ഡാഡി പോയിട്ട് വരണം. അങ്ങൊന്ന് ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ട് വന്നേച്ചാൽ മതി. അത്രയ്ക്കൊരു സമാധാനം കിട്ടുമല്ലോ. അല്ല ഞാൻ അങ്ങൊന്നിന്റെ കാര്യം പറഞ്ഞതാ. രജനി, അച്ഛൻ ബാംഗ്ലൂർക്ക് പോയിരിക്കുക. മാഡത്തോട് ചോദിച്ചിട്ടേ നമുക്ക് പിക്നിക്കിന് പോവാം. ഐ എം സോറി, ഞാൻ വരുന്നില്ല. വാടി വാടി. എന്താ എല്ലാരും കൂടെ? മാഡം ഇന്ന് ഹോളിഡേ അല്ലേ, ഞങ്ങൾ പിക്നിക്കിന് പോയിക്കോട്ടെ. പോകുന്നതിന് വിരോധമില്ല, പക്ഷെ എനിക്കൂടി വരാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് 5 മണിക്ക് മുൻപ് ഇവിടെ തിരിച്ചെത്തിക്കൊള്ളാം. എത്തിക്കൊള്ളാം. രജനി പോകുന്നില്ലേ? ഇല്ല മേട്ടൻ, എന്നെ കാണാൻ വിനോദം വരും. നീ ചേട്ടനെ കാത്തോണ്ട് ഇവിടെ ഇരുന്നോ. രജനി വരുന്നില്ലെങ്കിൽ നിങ്ങൾ എന്തിനാ പിന്നെ നിർബന്ധിക്കുന്നത്? നിങ്ങൾ പൊയ്ക്കോളൂ. പോട്ടേടി, വാ. രജനി, ചേട്ടനായിരിക്കും. ഫോൺ എടുത്തു. ഹലോ. ഹായ്, രജനി അല്ലേ? ചേട്ടനല്ലേ? അതെ ചേട്ടാ. ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ഇന്ന് എനിക്ക് പരിപൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുകയാണ്. ഡാഡി ബാംഗ്ലൂർക്ക് പോയിരിക്കുന്നു. നാളെ വരൂ. ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരുന്നിരുന്നിരുന്ന് ബോറടിച്ചു വന്നേ. സാറൊന്ന് ഇങ്ങോട്ട് വരൂ. ഞാൻ ഇങ്ങോട്ട് വരാനോ? ചേട്ടൻ ഇങ്ങോട്ട് വാ ചേട്ടാ, പ്ലീസ്. ശരി, ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ, ഞാനിപ്പോ വരാം. വിനോദിന്റെ അടുത്ത് പോകണമായിരിക്കും അല്ലേ? ഒരു ദിവസം പോലും നിങ്ങൾക്ക് കാണാതിരിക്കാൻ വയ്യ. വേഗം ചെല്ലു, സന്ധ്യയ്ക്കുണ്ടെങ്കിൽ എത്തേണ്ടതല്ലേ. താങ്ക് യു. പോകാൻ ഡ്രൈവർ. സമയം വൈകിട്ടും രജനെ കാണുന്നില്ലല്ലോ. ചേട്ടനെ കണ്ടാ പിന്നെ ആ കുട്ടിക്ക് സമയത്തെ കുറിച്ച് ഒന്നും ഓർമ്മ കാണില്ല. എപ്പോഴും ഇങ്ങനെ താമസിക്കാറില്ല. ഹലോ, മിസ്റ്റർ വിനോദല്ലേ? അതെ. രജനി വിനോദിനെ കാണാൻ വന്നിട്ട് തിരിച്ചു വന്നില്ലല്ലോ. എന്നെ കാണാൻ വന്നോ? നിങ്ങൾ ഫോൺ ചെയ്തുകൊണ്ടല്ലേ ഞാൻ അങ്ങോട്ട് അയച്ചത്. ഞാൻ ഫോൺ ചെയ്തെന്നോ? എനിക്കൊന്നും അറിയില്ല മാഡം. അവളോട് വന്നിട്ടില്ല. ഞാനിതാ വരുന്നു.
രജനി വന്നോ മാഡം? ഇല്ല, ഞങ്ങളെല്ലാം വിഷമിച്ചിരിക്കുകയാണ്. ഞാൻ അവർക്ക് ഫോൺ ചെയ്തു ആരാ പറഞ്ഞത്? രജനി ഫോണിലൂടെ ചേട്ടാ ചേട്ടാന്ന് വിളിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണല്ലോ. ഇതിലെന്തോ ചതിയുണ്ട്. എനിക്ക് അവളെ കാണാൻ തോന്നുമ്പം ഞാൻ ഇങ്ങോട്ടൊന്ന് കാണുന്നല്ലേ പതിവ്. ഒരിക്കലും അങ്ങോട്ട് വിളിക്കാറില്ല. രജനി പോകാവുന്ന ബന്ധുവിടെ ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. പിന്നെ എവിടെ പോകാനാണ്? അതാണ് മനസ്സിലാകാത്തത്. ഞാനൊന്ന് അന്വേഷിച്ചിട്ട് വരാം. ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? ഞാൻ സെന്റ് മേരീസ് ഹോസ്റ്റലിലെ മേഡറാണ് സംസാരിക്കുന്നത്. ഞങ്ങളുടെ ഹോസ്റ്റലിലെ രജനി എന്നൊരു പെൺകുട്ടിയെ കാണാനില്ല. എന്ത് സംഭവിച്ചു എന്നറിയില്ല. ആ കുട്ടിയുടെ ഫോട്ടോ അഡ്രസ് വല്ലതുണ്ടോ? ഫോട്ടോയോ? ഫോട്ടോയോ അഡ്രസ് ഞാൻ ഉടനെ എത്തിക്കാം. പ്ലീസ് ഒന്ന് വേഗം അന്വേഷിക്കണം. ശരി. എന്റെ രാജേട്ടൻ ഇന്നും ഫോൺ ചെയ്തിരുന്നു. ആ ശബ്ദം കേട്ടാൽ ഞാൻ എന്നെ തന്നെ മറക്കുന്നു. മാഡം, എന്റെ രാജേട്ടനും രജനിയും തമ്മിൽ സ്നേഹമാണ്. രജനിയെ കണ്ടുകിട്ടിയില്ലെങ്കിൽ രാജേട്ടന്റെ ജീവിതവും തകരും. കുട്ടി എന്നോട് വരൂ. ഹലോ, എന്താ മാഡം? പോലീസ് അന്വേഷിച്ചിട്ടും ഒരു വിവരമില്ലെന്നോ? സാർ, കാപ്പി. സാർ, കാപ്പി. കുഞ്ഞെ, ചായ. ചായ. കുഞ്ഞിനൊന്നും കഴിച്ചില്ലല്ലോ. എനിക്കൊന്നും വേണ്ട. മനസ്സിന് ഒരു സ്വസ്ഥതയുമില്ല കുട്ടപ്പ. എന്റെ രജനി. എല്ലാം എനിക്കറിയാം കുഞ്ഞ്. എങ്കിലും ഇങ്ങനെ സങ്കടപ്പെട്ടതുകൊണ്ട് എന്താ കാര്യം? കുഞ്ഞിങ്ങനെ പട്ടിണി ഇരിക്കുമ്പോ ബാക്കിയുള്ളവർക്കും കൂടി വിഷമം. ചായ എടുത്ത് കുടിക്കൂ കുഞ്ഞ്. എന്റെ സഹോദരിയെ കാണാതായിട്ട് 3 ദിവസങ്ങളായി ഇൻസ്പെക്ടർ. ഇതുവരെ നിങ്ങൾക്ക് ഒരു വിവരമില്ലെന്നോ? മിസ്റ്റർ വിനോദ്, നിങ്ങളുടെ വേദന എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒട്ടും താമസിക്കാതെ നിങ്ങളുടെ സഹോദരി കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിരിക്കട്ടെ, നിങ്ങൾക്ക് ആരെങ്കിലും ശത്രുക്കളായിട്ടുണ്ടോ? എന്റെ അറിവിൽ ആരുമില്ല. പോലീസ് ഡിപ്പാർട്ട്മെന്റ് എല്ലാ കഴിവുകളും ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിക്കും. താങ്ക് യു ഇൻസ്പെക്ടർ. ഞാൻ വരട്ടെ. എന്താ വിനോദ്?
എവിടെയാണ് എന്റെ പെങ്ങള്? എന്റെ പെങ്ങൾ എവിടെയാണ്? നിന്റെ പെങ്ങളോ? ഡേയ്, ഇവന്റെ പെങ്ങളെ ഒന്ന് കാണിച്ചുകൂട്. എന്റെ പെങ്ങൾ എവിടെയല്ലോ? എന്റെ കൂടെ വരൂ, ഞാൻ കാണിച്ചു. നിന്നോടാണ് ചോദിച്ചത്. എന്റെ പെങ്ങൾ എവിടെയാണെന്ന് പറയാൻ. ഷിമി എന്നെ അടിക്കരുത്. നിങ്ങളുടെ പെങ്ങൾ ഇവിടെ കുഴിച്ചിട്ടുണ്ട്. തോണ്ടടാ. ഞാനിത് കാശ്മീരിൽ നിന്ന് വാങ്ങിയതാണ്. ഇതൊരിക്കലും നിന്റെ കയ്യിൽ നിന്ന് പോകരുത്.
ഞാനല്ല അവളെ കൊന്നത്, ഞാനല്ല, ഞാനെല്ലാം തുറന്നു പറയാം. അന്ന് രജനി ലേഡീസ് ഹോസ്റ്റലിൽ നിന്നും പുറപ്പെട്ടപ്പോൾ ഞാൻ അവളെ ഫോളോ ചെയ്തു. അവൾ രാജന്റെ വീട്ടിലെത്തുന്നവരെ ഞാൻ അവളുടെ കാറിന്റെ പിന്നിൽ തന്നെ ഉണ്ടായിരുന്നു. അവൾ തിരിച്ചു വരുമ്പോൾ അവളെ തട്ടിക്കൊണ്ടു പോകണം എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു വാസ്തവത്തിൽ ഞാൻ അവിടെ കാത്തുനിന്നത്. പക്ഷെ അർദ്ധരാത്രിയായിട്ടും അവളെ കണ്ടില്ല. പെട്ടെന്ന് എനിക്കൊരു സംശയം തോന്നി. ഭയപ്പെടണ്ട, ആരും കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ ആരോടും പറയാതിരിക്കണമെങ്കിൽ എനിക്ക് 10,000 രൂപ തരണം. ഞാൻ എന്ത് വേണമെങ്കിലും തരാം, പക്ഷെ ഇതാരും അറിയില്ല. അന്ന് അവൻ തന്ന രൂപയാണ്. സത്യത്തിൽ ഞാൻ നിരപരാധിയാണ്.
എന്റെ പെങ്ങളെ നീ കൊന്നില്ലടാ, അതുപോലെ നിന്റെ പെങ്ങളെയും ഞാൻ കൊല്ലും. നിന്റെ തറവാടിന്റെ തറക്കല്ലിയം തോന്നോ. ഹലോ, മേജർ സ്പീക്കിംഗ്. ഹലോ ഇൻസ്പെക്ടർ. ഹലോ, എന്തെങ്കിലും വിവരം കിട്ടിയോ? പറയാം. ബൈ ദ ബൈ, അതിനു മുമ്പായി മേജർ എന്ന ചില കാര്യങ്ങൾ എനിക്കറിയാനുണ്ട്. ടേക്ക് യുവർ സീറ്റ്. രാജന് വളരെ അടുത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടായിരുന്നു? പ്രത്യേകിച്ച് ആരുമില്ല. പിന്നെ എന്റെ മകളുടെ കൂട്ടുകാരിയുമായി അവൻ അടുപ്പത്തിലായിരുന്നു കേട്ടിട്ടുണ്ട്. ആ കുട്ടി ഇപ്പൊ എവിടെയാണ്? കുറച്ചു ദിവസം മുമ്പ് കാണാതെ പോയത് അവളാണ്. ഓഹോ, കാണാതായ രജനി എന്ന കോളേജ് സ്റ്റുഡന്റ് അല്ലേ? അതെ, രജനി തന്നെ. രജനിയുടെ സഹോദരൻ വിനോദും രാജനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുള്ളതായി അറിയാമോ? അതറിയില്ല. പക്ഷെ രാജന്റെ മരണ ദിവസം വിനോദിനെയും രാജനെയും ക്ലബിൽ വെച്ച് ഒരുമിച്ച് കണ്ടവരുണ്ട്. മേജർ, ഏത് സമയത്തും ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമാണ്. ഓഫ് കോഴ്സ്, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ എന്റെ മകനെ കൊന്നവനെ കണ്ടുപിടിച്ചാൽ മാത്രം മതി. ഓക്കെ, ചെയ്യൂ. രജനി, നിന്നെ കൊന്നവന്റെ കഥ ഞാൻ കഴിച്ചു. നിനക്ക് വേണ്ടി അവന്റെ കുടുംബം മുഴുവൻ ഞാൻ തകർക്കും. ഗുഡ് മോർണിംഗ് മിസ്റ്റർ വിനോദ്. ഗുഡ് മോർണിംഗ്. മിസ്റ്റർ വിനോദ്, എനിക്ക് നിങ്ങളെ കൊണ്ട് ഒരു സഹായം ആവശ്യമുണ്ട്. എന്നെ കൊണ്ടോ? അതെ, രാജനെ കൊല ചെയ്തവനെ കണ്ടുപിടിക്കേണ്ട ചുമതല എനിക്കാണ്. ആരെങ്കിലും സംശയമുണ്ടോ? സംശയം മാത്രമല്ല, കൊലയാളിയെക്കുറിച്ച് പല തെളിവുകളും കിട്ടിയിട്ടുണ്ട്. എന്നാൽ അറസ്റ്റ് ചെയ്തൂടെ? അതിനുവേണ്ടിയാണ് ഞാൻ വന്നത്. മനസ്സിലായില്ല. സംഭവം നടന്ന ദിവസം രാജനെയും നിങ്ങളെയും ഒരുമിച്ച് കണ്ടതായി പലരും പറഞ്ഞു. ഞാൻ പലരുമായി ബന്ധപ്പെടുന്ന ആളല്ലേ, ചിലപ്പം കണ്ടിരിക്കാം. അപ്പോൾ
രാജിനെ ഓർമ്മിപ്പിക്കത്തക്ക ബന്ധം പോലും നിങ്ങൾക്കില്ല അല്ലേ? ഉണ്ടെങ്കിൽ ഞാൻ പറയില്ലേ? ഓ, അത് ശരി. എനിക്ക് ലൈറ്റർ കളഞ്ഞു കിട്ടിയതാണ്. മഴ നനഞ്ഞു കിടന്നതുകൊണ്ട് കത്തുന്നില്ല. എന്താ ചിരിക്കുന്നത്? കാട്ടാനെ കുഴിയിൽ വീഴ്ത്താൻ കാട്ടലി ശ്രമിക്കുന്നത് കാണുമ്പോൾ ഹരി തെറ്റിയാൽ ചിലപ്പോൾ ആനയും വീഴും. ഓക്കെ. ഓക്കെ. ഞാൻ വിലാസിനെ കാണാനാണ് വന്നത്. എനിക്കെന്റെ സഹോദരി പോയി, വിലാസിനിക്ക് സഹോദരനും. നമ്മൾ തുല്യ ദുഃഖിതരാണ്. എങ്കിലും ഒരു പുരുഷൻ എന്ന നിലയ്ക്ക് വിലാസിനെ ആശ്വസിപ്പിക്കേണ്ട എന്റെ കടമയാണെന്ന് തോന്നി. ആശ്വാസവാക്കുകൾ കേൾക്കും തോറും എന്റെ മനസ്സാളി കത്തുകയാണ്. രജനിയെ കുറിച്ച് ഓർക്കുമ്പോൾ എന്റെയും അവസ്ഥ അത് തന്നെയാണ്. അവൾ പോയതിനു ശേഷം എന്റെ മനസ്സിലാകെയുള്ളത് അവളുടെ കൂട്ടുകാരിയായ വിലാസിനി മാത്രമാണ്. ഇനി വിലാസിനിയുടെ ദുഃഖം എന്റെയും ദുഃഖമാണ്. എന്റെ രാജേട്ടനെ പോലെ നിഷ്കളങ്കനായി ഈ ലോകത്താരും ഉണ്ടാവില്ല. എന്റെ ചേട്ടനെ പോലെ ഒരാളെ കൊല്ലാൻ ചെകുത്താന് പോലും മനസ്സ് വരില്ല. മനുഷ്യനെ ചെകുത്താനാക്കുന്ന ലോകമാണിത്. രാജനെ കൊല ചെയ്തവനെ കണ്ടുപിടിക്കുന്ന ഒരു കാലം വരുമെന്ന് നമുക്ക് ആശ്വസിക്കാം. പിന്നെ വിലാസിനോട് എനിക്കൊരു അപേക്ഷയുണ്ട്. ഞാൻ എന്നും വിലാസിനെ കാണാൻ വരും. എന്റെ മനസ്സമാധാനത്തിന് വേണ്ടിയാണ്. വേണ്ടെന്ന് വിലാസിനി പറഞ്ഞാൽ ഞാൻ പറഞ്ഞ സത്യമാണ്. യെസ്, മേജർ ചന്ദ്രശേഖരൻ സ്പീക്കിംഗ്. വിളിച്ചിരുന്നു. ഇങ്ങോട്ട് വന്നാ മതി. ഓക്കെ കുട്ടപ്പ. ഇന്ന് വൈകുന്നേരം ഒരു ഡിന്നർ അറേഞ്ച് ചെയ്യണം. ആഹാര സാധനങ്ങൾക്കൊന്നും ഒരു കുറവും വരരുത്. വീടും പരിസരവും വളരെ നീറ്റായിരിക്കണം. ഇതെല്ലാം വീണ്ടും ഓർമ്മിപ്പിക്കാൻ എനിക്ക് ടൈം കാണില്ല. യു അണ്ടർസ്റ്റാൻഡ്? കുട്ടപ്പൻചേട്ടാ, നമുക്കെല്ലാം ഒരുക്കണ്ടേ? അയ്യോ, എന്തൊരുക്കാനുണ്ട? നിന്റെ അമ്മായിമ്മയുടെ 16 അടിയന്തരത്തിന് ഒരുക്കാനും. നല്ല മാണിക്യം പോലത്തെ ഒരു കുഞ്ഞ് മരിച്ചിട്ട് 10 ദിവസമായിട്ടില്ല. അതിനു മുമ്പ് അയാളുടെ ഒരു ഡിന്നറും ലഞ്ചും. എന്റെ ഈശ്വര, ഇയാളുടെ ഈ പട്ടാളക്കളി എവിടെ ചെന്ന് അവസാനിക്കാവും?
കുഞ്ഞുവേട്ടാ വാന്നേ പ്ലീസ്. സോ സോറി മോളെ, എന്റെ കൈ വിട്ടുപോയി, പേടിച്ചു പോയേ. നമുക്ക് പോകാമേ, മതി വാ. ആകാശഗംഗാ തീരത്തു നിന്നും പറന്നു വന്നൊരു ഹംസമേ, സൗഗന്ധികമാല്യമാരു തന്നു, ഈ സൗരഭ്യം നിനക്കാരു തന്നു, സൗരഭ്യം നിനക്കാരു തന്നു. ആകാശഗംഗാ തീരത്തു നിന്നും പറന്നു വന്നൊരു ഹംസമേ, സൗഗന്ധികമാല്യമാരു തന്നു, ഈ സൗരഭ്യം നിനക്കാരു തന്നു, സൗരഭ്യം നിനക്കാരു തന്നു. താരമ്പൻ കോവിലിൽ കൊടിയേറ്റായി, താരുണ്യം തുടിക്കുന്ന കാലമായി, താരമ്പൻ കോവിലിൽ കൊടിയേറ്റായി, താരുണ്യം തുടിക്കുന്ന കാലമായി, എന്നിലെ ദാഹങ്ങൾ കാലമേന്തി നിന്നിൽ കുടികൊള്ളാൻ നേരമായി, നിന്നിൽ കുടികൊള്ളാൻ നേരമായി. ആകാശഗംഗാ തീരത്തു നിന്നും പറന്നു വന്നൊരു ഹംസമേ, കതിർമണ്ഡപം ഞാൻ ഒരുക്കി വയ്ക്കാം, കർപ്പൂര ദീപങ്ങൾ കൊളുത്തി വയ്ക്കാം, കതിർമണ്ഡപം ഞാൻ ഒരുക്കി വയ്ക്കാം, കർപ്പൂര ദീപങ്ങൾ കൊളുത്തി വയ്ക്കാം, എന്നിലെ സ്വപ്നങ്ങൾ പൂവണിയാൻ
എന്നും നിനക്കായി ഞാൻ കാത്തു നിൽക്കും, എന്നും നിനക്കായി ഞാൻ കാത്തു നിൽക്കും. ആകാശഗംഗാ തീരത്തു നിന്നും പറന്നു വന്നൊരു ഹംസമേ, സൗഗന്ധികമാല്യമാരു തന്നു, ഈ സൗരഭ്യം നിനക്കാരു തന്നു, സൗരഭ്യം നിനക്കാരു തന്നു. എന്റെ മകനെ കൊന്ന വിനോദാണ്. ഡോണ്ട് ബി എക്സൈറ്റഡ് മേജർ. എന്നിട്ട് നിങ്ങൾ അതുകൂടെ അവരെ അറസ്റ്റ് ചെയ്യുന്നില്ല. രാജനെ കൊന്നത് വിനോദാകാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അവൻ ഇപ്പോഴും താങ്കളുടെ മകളുടെ കൂടെയാണ് ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിനും എന്തോ ദുരുദ്ദേശമുണ്ടെന്ന് ഞാൻ സംശയിക്കുന്നു. മേജർ, ഏറ്റവും വേഗത്തിൽ ഈ ബന്ധം അവസാനിപ്പിച്ചേ പറ്റൂ. ശരി, അതിന് ഞാനൊരു വഴി ഉണ്ടാക്കാം ഇൻസ്പെക്ടർ. ഈ ഞായറാഴ്ച വിലാസിനിയെ പെണ്ണ് കാണാൻ കുറച്ചാളുകൾ വരുന്നുണ്ട്. നീ ഹോസ്റ്റലിൽ പോയി അവളെ കൂട്ടിക്കൊണ്ടുവരണം. ഉടനെ വിവാഹം നടത്തുന്ന കാര്യത്തിൽ അവൾക്ക് താല്പര്യമില്ലാത്ത മട്ടാണ്. അതൊന്നും അത്ര കാര്യമാക്കണ്ട സാർ. പെങ്കൊച്ചുങ്ങൾ അങ്ങനെയൊക്കെ ഭാവിക്കും. 3-4 പ്രസവിച്ചിട്ടും കല്യാണത്തിന് താല്പര്യമില്ല എന്ന് പറയുന്ന പെണ്ണുങ്ങള് നമ്മുടെ നാട്ടിലില്ലേ? ഏതായാലും വിവാഹക്കാരി നീ അവളോട് പറയണ്ട. അക്കാര്യം ഞാൻ മിണ്ടേ ഇല്ല. പിന്നെ വിലാസിനെ കുഞ്ഞ് നിർബന്ധിക്കുകയാണെങ്കിൽ പെണ്ണ് കാണാൻ വരുന്ന കാര്യം മാത്രം ഞാൻ പറഞ്ഞേക്കാം. താങ്ക് യു സാർ. നീ പറഞ്ഞതുപോലെ ചെയ്താൽ മതി. അപ്പം വിവരമെല്ലാം ഞാൻ അവിടെ പറഞ്ഞോട്ടെ. അല്ല, ഞായറാഴ്ച കുഞ്ഞിനോട്, അല്ല വിലാസിനി കുഞ്ഞിനോട് ഞായറാഴ്ച ഇവിടെ വരാൻ പറയാം. ഓ, ഞാൻ താങ്ക് യു വെരി മച്ച് സാർ. ഗുഡ് മോർണിംഗ് മാഡം. ആരാ? എന്റെ പേര് മിസ്റ്റർ കുട്ടപ്പൻ. എന്ത് വേണം? എന്റെ ഒരു കുട്ടി ഇവിടെ പഠിക്കുന്നുണ്ടല്ലോ. പേരെന്താ? TC വിലാസിനി. ഓ, വിലാസിനി. നമ്മുടെ മേജറുടെ മകളോ? ആ വിലാസിനി നിങ്ങളുടെ ആരാ? ഞങ്ങളൊരു ഇതായിട്ടുള്ള അയ്യോ, ഇപ്പോഴവരിവിടെ ഇല്ലല്ലോ. ബീച്ചിൽ പോയിരിക്കുക. കടപ്പുറത്തിരിക്കോ? മാറ്ററെടുത്തി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മാസാമാസം ശമ്പളം അയച്ചു തരുന്നത് പെമ്പിളേരെ കടപ്പുറത്തേക്ക് പറഞ്ഞേക്കാനല്ല. കടപ്പുറത്ത് താമസിക്കാനല്ല മിസ്റ്റർ പോയിരിക്കുന്നത്. പിന്നെ ഇങ്ങനെ കപ്പലണ്ടി കച്ചവടത്തണോ അല്ല ഐസ് ഫ്രൂട്ട് വെക്കാനോ? എനിക്ക് മനസ്സിലാവായിട്ട് ചോദിക്കാം. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം. ഇതെങ്ങാനും മേജറെത്തിയ അറിഞ്ഞാൽ സംഗതി ആകെ കഴിഞ്ഞു. എല്ലാവരുടെ കയ്യിലും ഒറ്റ കോഴി തോക്കാം, അദ്ദേഹത്തിന്റെ കയ്യില് ഇരട്ട കോഴി തോക്കാം. ഇവിടെ വന്ന് എല്ലാത്തിനും പറിച്ചു വെടിവെച്ചോളി. എനിക്ക് പോടോ പുറത്ത്. ഞാനിവിടെ താമസിക്കാൻ വന്നതല്ല. ഇതെന്റെ ഭാര്യ ഇവിടെ അല്ലെന്നും എനിക്കറിയാം. പക്ഷെ ഒരു കാര്യം, കണ്ട കാര്യം മുഖത്ത് നോക്കി പറയുന്നതാണ് ഈ കുട്ടപ്പൻ. മനസ്സിലായില്ലേ? ഞാൻ പോകുന്നു. You get out. Thank you. കുർബാനി ഒറ്റക്കാണല്ലോ. കുർബാനി യു ബ്ലഡി ഫുൾ. തെറ്റിദ്ധരിക്കരുത്, എന്റെ കണ്ണിൽ കരട് പോയി. ഓ, അതാണോ? സോറി. നെവർ മൈൻഡ്. ഒന്ന് ഒതുക്കി. എന്നാലെന്താ, മാറ്റിനിക്ക് വന്നാ മതിയേ. ഇയാളെന്താ പോയില്ലേ? ഇല്ല, എനിക്കങ്ങനെ ധൃതിയൊന്നുമില്ല. വിലാസിനി കുഞ്ഞ് വന്നിട്ട് പോയച്ച മതി. കുട്ടിയകത്തു പോവും. ആ കുട്ടി
പെൺപിള്ളേരെ കുളിക്കുന്നത് എത്തി നോക്കി. എടോ മര്യാദ കാണിച്ചിട്ടുണ്ടല്ലോ. എന്റെ പൊന്നും മേറ്റെടുത്ത് ഞാൻ പെമ്പിള്ളേര് കുളിക്കുന്നത് എത്തി നോക്കിയിട്ടേ ഇല്ല. ഇവിടുത്തെ കുളിമുറിയും ബാത്റൂമും എങ്ങനെയുണ്ടെന്ന് നോക്കി. കൊള്ളാം കേട്ടോ. പക്ഷെ ഫാന് വേണം, റേറ്റ് വേണം. ഓക്കെ, ഞാൻ പോവാണ്. വല്ലാത്ത ക്ഷീണം തോന്നിയേട്ടാ. നമുക്ക് അവിടെ ഇരിക്കാം. ഇരിക്കണം. അവിടെ ഇരുന്നോളൂ. എന്റെ അനുജത്തിയെ കൊന്ന് നിന്റെ ചേട്ടനെ അവസാനിപ്പിച്ച ഞാനാടി. നിന്റെ പുറകെ ഞാൻ ചുറ്റി നടന്നതിനു വേണ്ടിയാണ്. നിന്നെ നിന്റെ കുടുംബത്തിനെ ഞാൻ എന്തോ എനിക്ക് നല്ല സുഖമില്ല. വാ നമുക്ക് പോവാം. മേജർ അദ്ദേഹം പറയുന്നതിനപ്പുറം ഞങ്ങൾക്ക് യാതൊരു അഭിപ്രായമില്ല. പിന്നെ പെണ്ണാവുന്നൊരു ചടങ്ങുണ്ടല്ലോ, അതുകൂടെ നടന്നോട്ടെ. ശരിയാണ്. ഏത് കാര്യവും നടക്കേണ്ട രീതിയിൽ തന്നെ നടക്കണമെന്ന് നിർബന്ധമുള്ളവരാണ് ഞാൻ. കുട്ടപ്പ, വിലാസിനോട് വരാൻ പറയൂ. വാ കഴിക്കണം. അച്ഛാ, ഇവരൊക്കെ എന്തിനാണ് വന്നിരിക്കുന്നത്? എന്തിനാണോ? നീ എന്താണ് മോളെ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത്? കുഞ്ഞെ, ഇവൻ എന്റെ മകനാ. നീയും ഇവരുമായിട്ടുള്ള വിവാഹം ഉറപ്പിക്കാനാ ഞങ്ങൾ വന്നിരിക്കുന്നത്. ക്ഷമിക്കണം, എന്റെ വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞാണ്. അതെ അച്ഛാ, ഞാൻ പറഞ്ഞത് സത്യമാണ്. എന്താ? ഞാൻ അറിയാതെ നിന്റെ വിവാഹം നിശ്ചയിച്ചെന്നോ? എന്റെ വിവാഹം തീരുമാനിക്കേണ്ടത് ഞാനാണ്. മേജർ സാറേ, ഞങ്ങളോടത് വേണ്ടായിരുന്നു. ഇത്ര അന്തസ്സില്ലാത്ത കുടുംബമാണെന്ന് ഞങ്ങൾ കരുതിയില്ല. വാമന് നീ എന്നെ ധിക്കരിക്കാനായോ? വീട്ടിന് പുറത്തിറങ്ങിയാൽ നിന്നെ കൊന്നുകളി. പുറത്തിറങ്ങിയാൽ മിസ്റ്റർ വിനോദ്, രാജനെ കൊന്നത് നിങ്ങളാണ്. ഇൻസ്പെക്ടർ, പക്ഷേ നിങ്ങൾ അറസ്റ്റ് ചെയ്യാനുള്ള തെളിവുകൾ തൽക്കാലം എന്റെ കയ്യിലില്ല. ഓഹോ, നിങ്ങൾ ഇതിനാണോ പരുന്തിനെ പോലെ എന്റെ പിന്നാലെ ചുറ്റിക്കൊണ്ടിരുന്നത്? അല്ല, പിന്നെ മറ്റൊരു പെൺകുട്ടി കൂടി മരിക്കാതിരിക്കാൻ. ഇതിനു മുൻപൊരു പെൺകുട്ടി മരിച്ചല്ലോ, അതിന് നിങ്ങളുടെ നിയമം എന്ത് ചെയ്തു? നിയമം സംസാരിക്കേണ്ടത് നിങ്ങളല്ല. അപ്പോൾ രാജന്റെ ജീവനേക്കാൾ വില കുറഞ്ഞതാണോ എന്റെ പെങ്ങളുടെ ജീവൻ? രാജന്റെ കൊലയാളി എന്റെ കയ്യിൽ കിട്ടിയാൽ രജനിയുടെ കേസിന് വേണ്ടി ഞാൻ അലയേണ്ടി വരില്ല. ഇൻസ്പെക്ടർ, ഓലപ്പാമ്പിനെ കാണിച്ച് എന്നെ ഭയപ്പെടുത്തരുത്. നിങ്ങൾക്കോ നിങ്ങളുടെ നിയമത്തിനോ എന്നെ സ്പർശിക്കാൻ കഴിയില്ല. മിസ്റ്റർ വിനോദ്, മൂർഖൻ പാമ്പിന്റെ പണം കുഴിച്ച പാരമ്പര്യമാണ് എനിക്കുള്ളത്. ഓർമ്മയിരിക്കട്ടെ.
ഹലോ, വിനോദനാണോ? ഞാൻ വിലാസിനിയാണ്. ചേട്ടൻ എന്നെ എങ്ങനെയെങ്കിലും കൂട്ടിക്കൊണ്ട് പോയില്ലെങ്കിൽ നാം തമ്മിൽ ഒരിക്കലും കാണാൻ കഴിഞ്ഞില്ലെന്ന് വരും. എന്തുണ്ടായെന്ന് പറയൂ. എല്ലാം നേരിൽ പറയാം. ചേട്ടൻ 12 മണി കഴിഞ്ഞ് വന്നാൽ മതി. അപ്പൊ അച്ഛൻ ഉറങ്ങിക്കഴിഞ്ഞിരിക്കും. ശരി, ഞാൻ കാറുമായിട്ട് വരാം. അതുവരെ ധൈര്യമായിട്ടിരിക്കും. വിലാസിനി ശരിക്കും എന്റെ വലയിലകപ്പെട്ടിരിക്കുന്നത് ഇപ്പോഴാണ്. രാജൻ എന്റെ സഹോദരിയോട് ചെയ്തതിന്റെ പ്രതികാരം ഞാൻ ഇന്ന് തീർക്കും. വിലാസിൽ കുഞ്ഞ്, കുഞ്ഞ് പറയുന്നത് കേൾക്കൂ. കുഞ്ഞ്, അയ്യോ കുഞ്ഞ് പോവരുതേ. കുഞ്ഞ്, അയ്യോ കുഞ്ഞ്, കുഞ്ഞ് പോവരുത്. നിക്കടാ. ഞാൻ മാറില്ല. കുഞ്ഞ് പോയെന്നറിഞ്ഞാൽ അങ്ങ് തന്നെ വെടിവെച്ച് കൊല്ലും. ഇവിടെ എന്ത് നടന്നാലും എനിക്കൊന്നുമില്ല. കുഞ്ഞ് അങ്ങനെ പറയരുത്. ഇനിയും ഞാൻ ഈ വീട്ടിൽ കഴിയണോ അല്ലേ? വേണം, വേണം കുഞ്ഞ്. കുഞ്ഞ് പോയാൽ ഈ കുടുംബത്തിന്റെ മാനം പോകും. എടാ, സ്നേഹിച്ച പെണ്ണിനെ മറ്റൊരുത്തിന്റെ കിടപ്പറയിലാക്കി കൊടുത്ത നീയാണോടാ മാനത്തെ പറ്റി പറയുന്നത്? കുഞ്ഞ്, കുട്ടപ്പൻ നിരപരാധിയാണ്. ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ പലയിടത്തും പോയി ചാകടാ. ചാകേണ്ടതായിരുന്നു. ഞാൻ അറിഞ്ഞ സത്യങ്ങൾ പുറത്തു പറഞ്ഞിരുന്നെങ്കിൽ ഇതിനു മുൻപ് ഈ കുടുംബം പൊട്ടിത്തെറിക്കുമായിരുന്നു. എനിക്കൊന്നും കേൾക്കണ്ട. കേൾക്കണം. കുഞ്ഞിന്റെ കൂട്ടുകാരി രജനി മരിച്ചത് ഈ വീട്ടിൽ വെച്ചാണെന്നറിയാമോ? എന്താ നീ പറഞ്ഞത്? എല്ലാം ഞാൻ പറയാം. ഏമാൻ ബാംഗ്ലൂരിലേക്ക് പോയ ദിവസം രാജൻ കുഞ്ഞ് രജനിക്ക് ഹോസ്റ്റലിലേക്ക് ഫോൺ ചെയ്തു. അത് ശരിയാവില്ല രജനി, ഇങ്ങോട്ട് വന്നാ മതി. ഇവിടെ ആരും ഇല്ലെന്നേ. പ്ലീസ് വേഗം വരുന്നേ. ഹലോ ഹലോ, ആരാ കുഞ്ഞ പാർട്ടി? ഏത് പാർട്ടി? താനൊന്ന് പോടോ. എന്തിനാ കുഞ്ഞെ ഒടിയന്റെ മുമ്പിൽ മായം തിരിയണത്? ഞാനിതെല്ലാം കേട്ടോണ്ട് അവിടെ നിൽക്കില്ലായിരുന്നു. കുട്ടപ്പ കുട്ടപ്പ കുട്ടപ്പ, അതെന്റെ ഒരു ഗേൾ ഫ്രണ്ടാണ്, പേര് രജനി. അന്നോടെ ബർത്ത്ഡേ പാർട്ടിക്ക് വന്നിരുന്നു. കുട്ടപ്പൻ കണ്ടു കാണും. കണ്ടിരിക്കാം. വീശിക്കാം. എന്തിനാ കുട്ടപ്പ? കുട്ടപ്പ, എനിക്കൊരു ഉപകാരം ചെയ്യണം. പറഞ്ഞു. രജനി ഇന്നിവിടെ വരും. ആരും കാണാതെ അവളെ എന്റെ മുറി പറഞ്ഞു വിടണം. അങ്ങനെ അങ്ങ് പറഞ്ഞാൽ എങ്ങനെയാ? എന്റെ കുഞ്ഞെ, കുഞ്ഞിന്റെ ഡാഡി ഇല്ലാത്ത ഒരു ദിവസമെങ്കിലും സ്വസ്ഥമായിട്ടൊന്ന് കിടന്നുറങ്ങാന്ന് വിചാരിച്ചതാ. എന്ത് ചെയ്യാനാ? കുട്ടപ്പ, ഒരേ ഒരു അഡ്ജസ്റ്റ്മെന്റ്. ഇപ്പൊ എന്ത് വേണം? രജനി കുഞ്ഞ് ഇവിടെ വന്നാ കുഞ്ഞിന്റെ മുറിയിലേക്ക് അയക്കണം. അത്രയല്ലേ വേണ്ടു? ഇത് അവിടെ പിടിച്ചാ മതി. കുട്ടപ്പ കുട്ടപ്പ കുട്ടപ്പ, ഡാഡി പോയില്ലേ? ഫ്ലൈറ്റ് ക്യാൻസലായി. നീ ഇന്ന് ഓഫീസിൽ പോയില്ലേ? ഞാൻ പോവുകയാണ്.
മാഗി മാഗി യെസ് സർ. ഗെറ്റ് മീ സം ഡ്രിങ്ക്സ്. ഓക്കെ സർ. Close the curtain. എന്തേ പോയിട്ട് തിരിച്ചു വന്നു? കാലാവസ്ഥ മോശമായതുകൊണ്ട് ഫ്ലൈറ്റ് ക്യാൻസൽ. എക്സ്ക്യൂസ് മീ, രജനി ഒന്ന് വിളിക്കാവോ? ഓ ഷുവർ, ഇരിക്കും. താങ്ക് യു. രജനി കുളിക്കാൻ ഇപ്പൊ വരും. ശരി. അയ്യോ, ആരോ വന്നിരിക്കുന്നു. രജനി കുഞ്ഞെന്നല്ലേ പേര്? അതെ. അയ്യോ, രാജകുഞ്ഞ് എത്ര നേരെ കാത്തിരിക്കുന്നു. മുകളിലോട്ടല്ലേ, മുറിയിലുണ്ട്. ആ രാജേട്ടാ, ഞാൻ രാജേട്ടനെ അല്ല വിലാസിനെ കാണാൻ വന്നതാണ്. അറിയാം, എല്ലാം എനിക്കറിയാം. നീ അങ്ങനെ പോയാലോ? നീ എവിടെ പോയതായിരുന്നു എന്റെ മേഘിക്കുട്ടി? ഞാൻ മേജർ സാറിന് ഡ്രിങ്ക്സ് കൊടുക്കാൻ പോയതാ. മേജർ സാർ വന്നോ? അപ്പോ രജനി കുഞ്ഞ്? അയ്യോ,
എക്സ്ക്യൂസ് മീ, രജനി ഇവിടെ ഇല്ലേ? രജനി ഇവിടെ ഇല്ല, പുറത്തു പോയല്ലോ. അപ്പൊ കുളിച്ചുകൊണ്ടിരുന്നത്? അത് ഞാനായിരുന്നു. ഈ വിവരം നീ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. പുറത്താരെങ്കിലും അറിയാനിട വന്നാൽ നിന്നെ ഞാൻ ചുട്ടുകളയും. പോകത്ത്. ഇവളെന്നെ കണ്ട് ഭയന്ന് ടെറസിലേക്ക് ഓടിയപ്പോഴാണ് ഈ അപകടം സംഭവിച്ചത്. രജനി എന്നെ കാണാൻ വന്നാണ് ഡാഡി. എല്ലാം എനിക്കറിയാം. ഏതായാലും രജനിക്ക് ഈ അപകടം സംഭവിച്ച നിലയ്ക്ക് വിവരം പോലീസിൽ അറിഞ്ഞാൽ ആദ്യം അറസ്റ്റ് ചെയ്യുന്നത് നിന്നെയായിരിക്കും. നീയാണ് ഈ കൊലപാതകത്തിന് ഉത്തരവാദിയെന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചാൽ നമ്മുടെ കുടുംബത്തിന്റെ നിലനിൽപ്പ് തന്നെ തകരും. പ്രായപൂർത്തിയായ നിന്റെ പെങ്ങളെ കയ്യേൽക്കാൻ ഈ ലോകത്താരും കാണില്ല. എല്ലാം തകരുന്നതാണോ നല്ലത്, അതോ ഈ സംഭവം രഹസ്യമായി വെക്കുന്നതോ? ആലോചിച്ചു നോക്കൂ. ആലോചിച്ചു. ഞാൻ എന്ത് ചെയ്യണമെന്നാണ് ഡാഡി പറയുന്നത്? ഭയപ്പെടാതെ തൽക്കാലം ഈ ജഡം ഇവിടെ നിർത്തി മാറ്റൂ. രാത്രിയാവട്ടെ, എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയാം. അങ്ങനെയാണ് രജനി കുഞ്ഞ് മരിച്ചത്. ഇത്രയും കാലം ഇവിടുത്തെ ചോറ് തിന്നിട്ട് ഈ കുടുംബത്തിന് ദ്രോഹം ചെയ്യരുതല്ലോ എന്ന് കരുതിയാണ് ഞാനിതെല്ലാം മറച്ചു വെച്ചു. എനിക്ക് മതിയായി. ഇനിയും ഞാനിവിടെ നിന്നാൽ ശ്വാസം മുട്ടി മരിച്ചു പോകും. ഞാൻ പോകുന്നേട്ടാ. വിനുവേട്ടാ, നമുക്ക് പോകാം. ഇല്ല, എന്റെ കണക്ക് തീർക്കാൻ സമയമായി. വേണ്ട, നമുക്ക് പോകാം. എന്റെ പെങ്ങളെ കൊണ്ടവന്റെ ചോര കുടിച്ചാൽ ഞാൻ പോകൂ. ഇല്ല, അച്ഛനെന്നെ കൊന്നാലും ഞാൻ മാറില്ല. നീ എന്റെ മകളെ കൊല്ലാൻ കൊണ്ടുപോകാൻ വന്നിരിക്കാണല്ലേ? ഇനി നിന്റെ മകളെ എനിക്ക് ആവശ്യമില്ലടാ.
എന്റെ പെങ്ങളെ കൊന്ന നിന്റെ ചോരയാണ് എനിക്ക് ആവശ്യം. ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? ആ, ഞാൻ മേജർ സാറിനെ വീട്ടിലാണ് വിളിക്കുന്നത്. വേഗം വരണം സാർ, ഇവിടെ കൊലപാതകം നടക്കും. ചേട്ടൻ പൊയ്ക്കോളൂ. ഇനി എനിക്ക് വേണ്ടി കാത്തു നിൽക്കണ്ട. ചേട്ടൻ പോ. ഇൻസ്പെക്ടർ, ഇവനെന്റെ മകളെ വെടിവെച്ച് കൊന്നു. ഞാനോ? എന്റെ മകനെ കൊന്നതും ഇവൻ തന്നെയാണ്. എടോ ദ്രോഹി! എന്റെ പെങ്ങളെ കൊന്ന് നിന്നെ കുഴിച്ചു മൂടാതെ എന്നെ അടച്ചിടാൻ ഇവിടുത്തെ ജയിലുകൾക്ക് ശക്തിയില്ല. ഞാൻ എന്തെങ്കിലും തിരിച്ചു വരും. തിരിച്ചു വരുമോ? തിരിച്ചു വരില്ലേ? അങ്ങനെയാണ് ഞാൻ പോലീസിന്റെ കയ്യിലകപ്പെട്ടത്. ജയിൽ ചാടി എന്നെ അവരിപ്പോഴും തിരയുന്നുണ്ടാവും. ഏത് നിമിഷവും പോലീസ് ഇവിടെ എത്തിയെന്ന് വരാം. എന്റെ പെങ്ങളെ കൊന്ന ആ കഴുകന്റെ കഴുത്ത് ഞെരിച്ച് കൊല്ലാനാണ് അമ്മാവ ഞാൻ ജയിൽ ചാടിയത്. പോലീസല്ല, അവന്റെ ചുറ്റും ഒരു കോട്ട തന്നെ കെട്ടിയാലും ഞാനത് തകർത്ത് തരിപ്പണമാക്കും. വിനോദ് ജീവിച്ചിരിക്കുന്നുണ്ടോ? അതെ, ഓക്കെ, ഞാൻ പുറപ്പെട്ടു കഴിഞ്ഞു. വിളിക്കൂ. സർ, മിസ്റ്റർ റാം, ജയിൽ ചാടിയ വിനോദ് മരിച്ചിട്ടില്ല. ഏറ്റവും വേഗത്തിൽ ഫോറസ്റ്റ് ഏരിയ മുഴുവൻ വളയണം. ഈ പ്രാവശ്യം അവൻ രക്ഷപ്പെട്ടുകൂടാ. Come on, Chuck! എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. പോലീസിൽ എത്തിക്കഴിഞ്ഞു ചേട്ടാ.
മോളെ നീ ചെയ്തത്? അച്ഛാ, വിനുവേട്ടൻ രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടു മോളെ. അച്ഛാ, മോളെ, അച്ഛാ, മോളെ. എവിടാ വിനോദ്? എനിക്കറിയില്ല. വിനോദ്, ഞാൻ പറയില്ല. എന്റെ ശരീരത്തിൽ ഒരു തുള്ളി രക്തം അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഞാനിതെല്ലാം പോലീസിൽ പറയപ്പെടാ. നീ പോലീസിൽ പറയലടാ. എന്റെ ഈ ഫാക്ടറിയിൽ നിന്ന് നീ രക്ഷപ്പെട്ടല്ലേ?
പോലീസ് പോലീസ് ഇത് നിന്റെ തോക്കാണ്. ഈ തോക്കുകൊണ്ട് തന്നെ നീ മരിക്കണം. കുട്ടപ്പാ, നിന്റെ കൈകൊണ്ട് യവനെ കൊല്ലരുത്. എന്റെ പെങ്ങളെ കൊന്നവനെ എന്റെ കൈകൊണ്ട് കൊല്ലാനുള്ള അവസരം എനിക്ക് തരൂ കുട്ടപ്പാ, തരൂ.